ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ശരി, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. പ്രിയ സഹോദരീ സഹോദരന്മാരെ, രണ്ട് വാക്ക്. നിങ്ങൾ ഒരു പോസ്റ്റർ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അത് കണ്ട് ആരും മൈൻഡ് ചെയ്യാതെ പോകരുത്. പാവപ്പെട്ട ഉസ്താദാണ്, വലിയ പ്രയാസത്തിലാണ്. നിങ്ങളാൽ കഴിയുന്ന അതെത്ര ചെറുതാവട്ടെ വലുതാവട്ടെ ആ ഉസ്താദിന് സഹായങ്ങൾ ചെയ്തുകൊണ്ട് നിക്ഷേപിക്കണമെന്ന് വിനയപുരസ്സരം അഭ്യർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 9 വർഷങ്ങൾക്ക് മുമ്പ് കുരുവട്ടൂരിൽ ഒരു പള്ളി നിർമ്മിക്കാനെന്ന പേരിൽ കുരുവട്ടൂരി കോമാടൻ അബ്ദുള്ളയും അവന്റെ ശിങ്കടിയായ നൗഷാദും കൂടി ചേർന്നുകൊണ്ട് ഒരു പിരിവ് നടത്തിയതും പള്ളി നിർമ്മിക്കാൻ ആവശ്യമായ മുഴുവൻ തുകയും കിട്ടിക്കഴിഞ്ഞു എന്ന് പറഞ്ഞതും ആ പള്ളി ഇതുവരെ പൂർത്തീകരിക്കാതെ ആ പണം എവിടെ പോയി എന്ന് പോലും പറയാൻ കഴിയാതെ കുരുവട്ടൂരികൾ നട്ടം തിരിയുന്ന വാർത്തകൾ നിങ്ങളെല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. കളവിനെ വെളുപ്പിച്ചെടുക്കാൻ വേണ്ടി നൗഷാദ് നടത്തിയ ഒരു കുതന്ത്രവും നിങ്ങൾ കേട്ടു. പള്ളിയുടെ നിർമ്മാണത്തിന് വേണ്ട ഓരോ കാര്യങ്ങൾ ഏറ്റെടുത്തിട്ടേ ഉള്ളൂ, അല്ലാതെ പണം വാങ്ങിയിട്ടില്ല എന്ന ബണ്ടലായിരുന്നു ന്യായീകരണമായി നൗഷാദ് പറഞ്ഞിരുന്നത്. ആ ബണ്ടൽ പൊളിയുന്ന തെളിവുകൾ ST മീഡിയ ഇന്നലെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. ആ ഞെട്ടലിൽ നിന്ന് കുരുവട്ടൂരികൾ ഇതുവരെ മുക്തരായിട്ടില്ല. കുരുവട്ടൂരിസത്തിൽ ലയിച്ചു പോയിട്ടില്ലെങ്കിലും കുരുവട്ടൂരികളുടെ പരിപാടികളിൽ അത്യാവശ്യമൊക്കെ പങ്കെടുക്കുകയും സുന്നി പ്രവർത്തകരെ ഒരു വേള ആ കാലത്ത് വെല്ലുവിളിക്കുകയും ചെയ്തിരുന്ന, ഇപ്പോൾ സുന്നി പ്രസ്ഥാനത്തിൽ അടിയുറച്ചു നിൽക്കുന്ന സഹീർ പൂച്ചാൽ എന്ന വ്യക്തി കുരുവട്ടൂരിൽ സന്ദർശനം നടത്തിയപ്പോൾ അന്ന് അവിടെ പള്ളി നിർമ്മാണത്തിന് വേണ്ടി പിരിവിന്റെ ചുമതലയുണ്ടായിരുന്നയാൾ പള്ളി നിർമ്മാണത്തിന് പണം നൽകണമെന്ന് സഹീർ പൂച്ചാലിനോട് ആവശ്യപ്പെടുകയും സഹീർ പൂച്ചാലിൽ അത് പ്രകാരം പണം നൽകുകയും ചെയ്തു എന്ന തെളിവാണ് പുറത്തുവിട്ടത്. അത് പുറത്തുവിട്ടപ്പോൾ ഒന്നും പറയാനില്ലാത്ത നൗഷാദ് കുരുവട്ടൂരി AP വിഭാഗത്തെയും കൊടുത്ത സഹീർ സാഹിബിനെയും കള്ളന്മാരാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. സഹീർ പൂച്ചാൽ പണം കൊടുത്തു എന്ന് പറയുന്ന ആ വോയിസ് ഒന്നുകൂടി കേൾക്കാം. അവനെ സഹിക്കുമ്പോൾ ചിരിക്കാനേ പറ്റുള്ളൂ. കാരണം എന്തെന്നറിയാം, ഞാൻ നേരിട്ട് പോയതാണ് അവിടെ ഈ സ്ഥാപനത്തിൽ നേരിട്ട് സ്ഥാപനം കാണാൻ വേണ്ടി പോയ സമയത്താണ് അവിടുന്ന് പള്ളി പൈസ എന്ന് പറഞ്ഞിട്ട് അവിടെ ചെന്ന സമയത്ത് ചോദിച്ചു വാങ്ങുന്നത്. കാരണം ഞാൻ അവിടെ പോയപ്പോ ഞാൻ പല പ്രാവശ്യം ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ട്, ഷെയ്ഖുനാനെ കാണാൻ വേണ്ടി പോയപ്പം സ്ഥാപനം കാണുക, ഷെയ്ഖുനാനെ കാണുക എന്നുള്ള അന്നത്തെ ഉദ്ദേശം വെച്ചിട്ടാണ് ഞാൻ പോയത്. അങ്ങനെ ഞാൻ അവിടെ ചെന്ന സമയത്ത് അവിടുന്ന് ഒരാളായിട്ട് പരിചയപ്പെട്ട് അയാള് ആ ഷെയ്ഖുനാന്റെ വീട് കാണിച്ചെന്ന്, ഷെയ്ഖുനാന്റെ വീട്ടിലിട്ട് ഞാൻ പോയി ചോദിച്ചു. അപ്പൊ തിരിച്ചു വന്നപ്പോഴാണ് അയാൾ പറഞ്ഞത്, ഷെയ്ഖുനാനെ കണ്ടില്ലെങ്കിലും ഷെയ്ഖുനാന്റെ കുതിരനെ മുത്തിയാൽ മതി. നന്നാ വെള്ളക്കുതിര ഉണ്ട്, ഇന്ന് ആ വെള്ളക്കുതിര ഹയാത്തിലില്ല. ആ വെള്ളക്കുതിരനെ ചുംബിച്ച് പോന്ന ആളാണ് ഞാൻ. ആ തിരിച്ചു വരുമ്പോഴാണ് ഇങ്ങനെ പണി നടക്കുന്നുണ്ട്. അത് പള്ളിപ്പണി നല്ല വലിയ പള്ളിയായിട്ട് തന്നെ അവിടെ പണി കാണുന്നുണ്ട്. നേരെ മുകളിലോട്ട് ഹംകിയെ കണ്ട ആൾക്കാർക്ക് അറിയാലോ. അന്ന് ഒരു കുബ്ബന്റെയും പേര് പറഞ്ഞില്ല, അല്ലെങ്കിൽ ഒരു ഹൗദിന്റെയും പേര് പറഞ്ഞില്ല, അല്ലെങ്കിൽ അത് ഡോറിനാണെന്ന് പറഞ്ഞില്ല, ലൈറ്റിനാണെന്ന് പറഞ്ഞില്ല, സിമെന്റിനാണെന്ന് പറഞ്ഞില്ല. പള്ളിപ്പണിയുണ്ട്, നിങ്ങൾ സഹായിക്കണം എന്നാണ് എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞത്. അപ്പോൾ അന്ന് ആ പറഞ്ഞ സമയത്ത് തന്നെ ആ പള്ളിപ്പണിക്ക് സഹായിച്ച വ്യക്തിയാണ് ഞാൻ. ഇപ്പം പറയുന്ന ഹൗദിന് വേണ്ടി വേറെ വാങ്ങും, കുബ്ബക്ക് വേണ്ടി വേറെ വാങ്ങും. പച്ച കളവല്ലേ പറയുന്നത്. എല്ലാം പറയുന്നതും കളവാണ്, അതിൽപ്പെട്ടൊരു കളവാണിത്. പണ്ടൊരാൾ പറഞ്ഞ മാതിരി എഞ്ചിനീയർ ഖുത്തുബോധി അതുപോലെ പറയണം. എഞ്ചിനീയർ എങ്ങനെ ഖുത്തുബോധി? ഹൈലിന്റെ പണി പക്കറിന് കരാറോ. ഇതുപോലെ നിങ്ങൾക്ക് വല്ല കരാറും തന്നീരോല്? ഹൗലിന്റെ പണി നിങ്ങൾ ചെയ്യണം, അന്ന് പൈസ ഉണ്ടാന്നാ മതി. അല്ലെങ്കിൽ ചുമരിന്റെ പണി നിങ്ങൾ ചെയ്യണം, അന്ന് പൈസ ഉണ്ടാന്നാ മതി. അല്ലെ ഫാൻ ഇത്ര വേണ്ടി വരും, അത് നിങ്ങൾ തന്നാ മതി. അങ്ങനെ വല്ല കരാറും പറഞ്ഞിട്ട് നിങ്ങൾ പൈസ അന്ന് തന്നാ മതി എന്നോ മറ്റോ പറഞ്ഞോ? ഇല്ലല്ലോ. നിങ്ങൾ കൊടുത്ത പൈസ മുഴുവനായിട്ട് അവർ വാങ്ങി. ആ പൈസ പുട്ടടിച്ച് എന്നുറപ്പായി. കാരണം കള്ളത്തരാണ് കള്ളൻ നൗഷാദ് പറയുന്നത്. ആരോടും പൈസ വാങ്ങിയിട്ടില്ല,
ആദ്യം പറ അരമണിക്കൂർ കൊണ്ട് എല്ലാം പൂർത്തിയായി, ഞങ്ങളെ കയ്യിൽ പൈസ കിട്ടിയെന്നാ പറഞ്ഞത്. ഇപ്പൊ പറയുന്നെന്താ? ഏയ് അങ്ങനെ പൈസ കിട്ടിയിട്ടില്ല, ഞങ്ങൾ ഓരോരുത്തരോട് പറഞ്ഞു വെച്ചിട്ടേ ഉള്ളൂ. അന്ന് പറഞ്ഞ മുഴുവൻ കിട്ടി, ഇനി 2 പള്ളി എടുക്കാനുള്ള പൈസയും കൂടി വേണമെങ്കിൽ ഇപ്പൊ കിട്ടുമെന്ന് പറഞ്ഞു. ഇപ്പൊ പറയുന്നത് എന്താണ്? ഏയ് ഞങ്ങൾ പൈസ ഒന്നും ആരോടും വാങ്ങിയിട്ടില്ല, ഓരോ പണിക്ക് ഓരോരുത്തരെ ഏൽപ്പിച്ചാണ്, കരാർ ഏൽപ്പിച്ചാണ്, അവര് പൈസ ആ സമയത്ത് അതുകൊണ്ട് അത് ചെലവഴിക്കും. യഥാർത്ഥത്തിൽ എല്ലാരോടും പൈസ കിട്ടിയിട്ടുണ്ട്, എല്ലാരും പൈസ കൊടുത്തിട്ടുണ്ട്. ആ പൈസ പുട്ടടിച്ചതുകൊണ്ടാണ് 9 വർഷമായിട്ടും ആ പണി പൂർത്തീകരിക്കാൻ കഴിയാതെ ആ പള്ളി അവിടെ അങ്ങനെ നിൽക്കുന്നത്. പുട്ടടിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു കോമാടന്റെ കൊട്ടാരം പണിതതായിരിക്കും. കേട്ടല്ലോ സഹോദരങ്ങളെ, ഇത് കേട്ട നൗഷാദ് ആദ്യം പറഞ്ഞത് ഇദ്ദേഹം പണം കൊടുത്തിട്ടില്ല എന്നും ഇദ്ദേഹം കളവ് പറയുകയാണെന്നുമായിരുന്നു. അതുകൊണ്ട് പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് ബോധ്യപ്പെട്ട നൗഷാദ് പറയുന്നത്, നിങ്ങൾ പണം കൊടുത്തിട്ടുണ്ടാകും, കൊടുത്തത് AP വിഭാഗത്തിനായിരിക്കും, അവർ വന്ന് വ്യാജ പിരിവ് നടത്തിയതായിരിക്കും എന്ന ബണ്ടലാണ് വിടുന്നത്. ആ ബണ്ടൽ ഇപ്പോഴും കുരുവട്ടൂരിസത്തിലുള്ള ഒരു സഹോദരൻ പൊളിക്കുകയാണ്. അദ്ദേഹം പറയുന്നത്, അവിടെ കുരുവട്ടൂരികളെപ്പോലും നിരീക്ഷിക്കാനും പരീക്ഷിക്കാനും വേണ്ടി ആളുകളെ നിർത്തിയിട്ടുണ്ടത്രേ. മാത്രവുമല്ല, കോമാടൻ അബ്ദുള്ള ലോകം നിയന്ത്രിക്കുന്നയാളാണെന്നാണ് കുരുവട്ടൂരികൾ പറഞ്ഞ് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ലോകം നിയന്ത്രിക്കുന്ന ആള് മുന്നിലുള്ളപ്പോൾ എങ്ങനെയാണ് AP വിഭാഗത്തിന് അവിടെ പിരിവ് നടത്താൻ കഴിയുക? കുരുവട്ടൂരികളെപ്പോലും നിരീക്ഷിക്കാൻ ആളുകളുള്ളപ്പോൾ എങ്ങനെയാണ് പുറത്തുനിന്ന് ഒരാൾക്ക് അവിടെ വന്ന് വ്യാജ പിരിവ് നടത്താൻ കഴിയുക? ഇതൊക്കെ പച്ചക്കള്ളമാണ്. എന്തിനാണ് ഈ പച്ചക്കള്ളം കെട്ടിവെച്ചതെന്ന് ചോദിച്ചാൽ, അവിടെ പണപ്പിരിവ് ധാരാളമായി നടന്നിട്ടുണ്ട്. കോടിക്കണക്കിന് രൂപയാണ് പള്ളിയുടെ പേരിൽ അവർ പിരിച്ചെടുത്തിട്ടുള്ളത്. പണം പിരിച്ചെടുത്ത രേഖകൾ പോലും അവർ മുക്കിക്കളഞ്ഞു. അത്രയും ഗൗരവമായ അഴിമതിയാണ് പള്ളി നിർമ്മാണത്തിന്റെ പേരിൽ കുരുവട്ടൂരികൾ നടത്തിയിട്ടുള്ളത്. എന്റെയൊക്കെ മഹല്ലിൽ ഈ അടുത്ത കാലത്താണ് പള്ളിയുടെ പുനർനിർമ്മാണം നടത്തിയിട്ടുള്ളത്. ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ് ആ പള്ളി ഉദ്ഘാടനം ചെയ്തത്. ആ സമയത്ത് പള്ളിയുടെ രേഖകൾ പരിശോധിച്ചപ്പോൾ പഴയ പള്ളി ഞാൻ ജനിക്കുന്നതിന് മുമ്പുണ്ടായ പള്ളിയാണ്. ആ പള്ളിയുടെ നിർമ്മാണത്തിന് വേണ്ടി 2 രൂപയും 3 രൂപയും മറ്റു വസ്തുക്കളും കൊടുത്ത രേഖകൾ വരെ ഇപ്പോഴും എന്റെ മഹല്ലിൽ സൂക്ഷിച്ചിരിപ്പുണ്ട്. അങ്ങനെയിരിക്കെ 9 വർഷങ്ങൾക്ക് മുമ്പ് പിരിച്ചെടുത്ത പണത്തിന്റെ രേഖ എവിടെയെന്ന് ചോദിച്ചപ്പോൾ ഇവർക്ക് മിണ്ടാട്ടമില്ല. സഹീർ സാഹിബ് പറഞ്ഞു, എനിക്ക് റെസീപ്റ്റ് കിട്ടിയിട്ടുണ്ട്, പക്ഷേ റെസീപ്റ്റ് അങ്ങനെ സൂക്ഷിക്കേണ്ടതില്ലാത്തത് കൊണ്ട് ഞാനത് സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ നിങ്ങൾ കള്ളന്മാരാണെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഞാനടക്കം തന്ന പണം നിങ്ങൾ എന്തിൽ ചെലവഴിച്ചു, എന്ത് ചെയ്തു എന്നറിയാത്തത് കൊണ്ടാണ് ഇപ്പോൾ വന്ന് ചോദിച്ചിട്ടുള്ളത്. എന്റെ കയ്യിൽ റെസീപ്റ്റ് ഇല്ലെങ്കിലും അതിന്റെ രേഖകളും കാര്യങ്ങളും നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണമല്ലോ എന്ന് ചോദിച്ചപ്പോൾ വിറളി പൂണ്ട നൗഷാദ് അദ്ദേഹത്തെയും AP വിഭാഗത്തെയും കള്ളന്മാരാക്കുന്ന കാഴ്ചയാണ് പിന്നീട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. നൗഷാദിന്റെ കളവും ആ കളവിനെ കുരുവട്ടൂരി മുരീദ് തന്നെ പൊളിക്കുന്നതുമായ ആ രസകരമായ വോയിസുകൾ നമുക്ക് കേൾക്കാം. താങ്കൾ പറയുന്നത് പച്ചക്കള്ളാണ് എന്നുള്ളതിൻ്റെ തെളിവ് താങ്കളെ വോയിസ് തന്നെയാണ്. അവിടെ സ്ഥാപനം കാണാൻ വേണ്ടി, അതുപോലെ ഷെയ്ഖുനാൻ്റെ വീട് കാണാൻ വേണ്ടിയിട്ട് വന്നപ്പോൾ പള്ളിപ്പണിയുണ്ട് സഹായിക്കണേ എന്ന് പറഞ്ഞിട്ട് പൈസ വാങ്ങി. ഒരിക്കലും സംഭവിക്കില്ല. സ്ഥാപനം വിസിറ്റ് ചെയ്യുന്ന ഒരാളോട് അല്ലെങ്കിൽ അടുന്ന് വരുന്ന ഒരാളോട് ഇതിനെ സഹായിക്കണേ എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും പള്ളിക്ക് വേണ്ടി പ്രത്യേകിച്ചും ഒരിക്കലും പൈസ വാങ്ങൂല. അതിൻ്റെ ആവശ്യം അവിടെ ഇല്ല. അതന്നെയാണ് തെളിവ് കളവാന്നുള്ളത്. തറക്കല്ലിട്ട അന്ന് തന്നെ നമ്മൾ ഓരോരുത്തരോട് ചോദിച്ചത് അതിൻ്റെ ഓരോ ഭാഗങ്ങളാണ്. ആരാണ് അതിൻ്റെ ആവശ്യമായ കല്ലുകൾ ആരെടുക്കും, അതേപോലെ ഹൗലിന് ആവശ്യമായത് ആര് തരും, ഇങ്ങനെയുള്ള ഓരോ വസ്തുക്കളാണ് നമ്മൾ ചോദിച്ചത്, ക്യാഷല്ല. അപ്പോൾ ഓരോരുത്തരെ ഏറ്റെടുത്തതാണ്. അതിൻ്റെ തറപ്പണി അതിന് വേണ്ടിയുള്ള ഞങ്ങൾ തരും, അതിൻ്റെ ഫർണിച്ചർ ഞങ്ങൾ തരും, അതുപോലെ തന്നെ അതിൻ്റെ കുബ്ബക്ക് ആവശ്യമായത് തരും. ഇങ്ങനെ തുടങ്ങി ഓരോ സംഭവങ്ങളും വന്ന് നമ്മൾ അതിൻ്റെ ഓരോ പാർട്ടുകളായിട്ട് ചോദിച്ചപ്പോൾ അത് ആളുകൾ ഏൽക്കുകയാണ് ഉണ്ടായത്.
അല്ലാതെ സദസ്സിൽ വെച്ച് ക്യാഷ് വാങ്ങിയതല്ല. അപ്പൊ അന്ന് അതുപോലെ തന്നെ ഓരോ സംഭവം നടക്കുമ്പോൾ ആളുകൾ അതിന് തന്നുകൊണ്ടുണ്ട്. ഇപ്പൊ കുബ്ബന്റെ പണി അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അപ്പൊ അതിലേക്കുള്ള പൈസകളും കാര്യങ്ങളൊക്കെ ആളുകൾ അപ്പൊ ഏറ്റ ആളുകൾ തന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് എന്നല്ലാതെ ഒരു കാരണവശാലും ഞാനായിരുന്നല്ല അന്ന് കൈകാര്യം ചെയ്തില്ല. ഇന്നും അങ്ങനെ തന്നെയാണ്. ഏതെങ്കിലും ഒരാളോട് അവിടെ വന്നിട്ട് മറ്റേ മർക്കസിലും സിറാജുദ്ദീലൊക്കെ വരുന്നവരോട് പള്ളിക്ക് പൈസ എങ്ങനെ അരി റെസിപ്റ്റ് ആയിട്ട് വന്നിട്ട് നിങ്ങളൊന്ന് സഹായിക്കണേ എന്ന് ഒരിക്കലും പറയില്ല. കാരണം അതിൻ്റെ ആവശ്യമില്ല. ആ പള്ളി മുഴുവനും ആളുകൾ ഏറ്റതാണ്. മാത്രമല്ല അത് ഘട്ടം ഘട്ടമായിട്ട് തീർക്കുന്ന രൂപമാണ് അതിലുള്ളത്. അപ്പം ആ സമയത്ത് നമുക്ക് അതിനനുസരിച്ച രൂപത്തിൽ ആളുകൾ തരുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് എൻ്റെ അടുത്തുനിന്ന് പൈസ വാങ്ങി റെസിപ്റ്റ് തരാൻ നിങ്ങൾക്ക് കഴിയണമില്ലല്ലോ. അതന്നെ അതിൻ്റെ തെളിവാണല്ലോ. അതുകൊണ്ട് പച്ചക്കള്ളം, അതിന് നേരിൻ്റെ ഒരംശം പോലില്ല. ഇനി അങ്ങനെ വാങ്ങിയെന്ന് പറയുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഏപ്പിക്കാരൻ അവിടെ വന്നിട്ട് ഓന് വ്യാജമായി പിരിവെടുത്തിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ അന്ന് വാങ്ങിയ ആളാരാ നിങ്ങൾ കണ്ടെത്തിയിട്ട് കാണിച്ചു തരണം. ഞങ്ങളാരും അങ്ങനെ വാങ്ങൂല, അതിനാരെ ഏൽപ്പിച്ചിട്ടുമില്ല. എൻ്റെ ഡ്യൂട്ടിയിലൊന്നും എനിക്കുണ്ട് അതിൻ്റെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അങ്ങനെ ആരെയും വാങ്ങിയിട്ട് ഏപ്പിക്കാരെ അവിടെ ഒന്ന് വാങ്ങിയിട്ടുണ്ടാവും, ആളെ വേറെ പിടിക്കണം. ഇതിനങ്ങനെ പിരിക്കണ ഒരു സിസ്റ്റേ ഇല്ല. അതുകൊണ്ട് തന്നെ പച്ചയായ കള്ളത്തരം. ഇതിങ്ങനെ ഉള്ളൂ ഈ സിസ്റ്റം. അതൊന്നും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് പൂർത്തിയാകേണ്ട സമയത്ത് കൃത്യമായി പൂർത്തിയാവും. ഓക്കെ. പുതിയ ഫത്വ ഏപ്പിക്കാരെ അവിടെ പോയി കണ്ട് കള്ളപ്പിരിവ് നടത്തിയെന്ന്. ഇത് ഞാൻ വ്യക്തമായിട്ട് നിങ്ങളോട് പറഞ്ഞുതരാണ്. അങ്ങനെ ഒരു സംഭവമില്ല. നമ്മളവിടെ വരുന്നവരോട് 5ഉം 10ഉം ഇങ്ങനെ സഹായിക്കണേ എന്ന് വാങ്ങിയിട്ടുള്ള ഒരു പൈസ വേണ്ടാന്ന് ആദ്യ ഷെയ്ഖുനെ പറഞ്ഞ് തീരുമാനിച്ചാണ്. അത് നമ്മളിപ്പോൾ ഈ പരിപാടികളൊക്കെ നടത്തുന്നില്ലേ, നമ്മളെ കുട്ടികളല്ലേ നടത്തുന്നത്. അതുപോലെ നമ്മളായിട്ട് നമ്മളെ അധ്വാനത്തിൽ നിന്ന് പള്ളി ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ തുടങ്ങിയിട്ട് തന്നെ ഉള്ളത്. അപ്പോൾ തന്നെ അതിൻ്റെ ഓരോ ഭാഗങ്ങൾ കൃത്യമായിട്ട് ഏറ്റെടുത്തതാണ്. അതങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് അവിടെ വരുന്ന ആൾക്കാരോട് പള്ളിക്ക് വേണ്ടി പൈസ അരിച്ചു പറഞ്ഞാൽ സംഭവിക്കാൻ പാടില്ല. ഇനി ആരെങ്കിലും നിങ്ങളോട് വാങ്ങിയിട്ട് ആ ആളെ കാണിച്ചു തരണം. ഉരുവട്ടൂർ വന്നിട്ട് അവിടെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടാവും. ഇപ്പോൾ മറ്റേ പള്ളിക്കൊക്കെ വ്യാജമായി പിരിച്ച പോലെ നിങ്ങളെ കണ്ടപ്പോൾ അന്ന് ഇങ്ങനത്തെ കുറേ ടീമൊക്കെ വരുന്നതാണല്ലോ. അപ്പോൾ ഇവിടെ പള്ളിയുണ്ട് പൈസ തരണം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ആ ആളും ഏൽപ്പിക്കാരനാണ്. ഞങ്ങളൊരിക്കലും അങ്ങനെ വാങ്ങൂല, അതിൻ്റെ ആവശ്യമില്ല. ആ പള്ളി അങ്ങനെ ഉണ്ടാക്കുന്ന പള്ളിയല്ല. അതൊക്കെ കൃത്യമായിട്ട് നമ്മളെ മക്കൾ അധ്വാനിച്ചതിൽ നിന്ന് അങ്ങോട്ട് കൊടുത്തുണ്ടാക്കുന്നതാണ്. ഒരിക്കലും പോയി ചോദിച്ചിട്ട് ചെയ്യുന്നതല്ല. അതുകൊണ്ട് കള്ളത്തരാണ്. അങ്ങനെ വാങ്ങിൻ്റെ ആളെ നിങ്ങൾ കാണിച്ചു തരണം. അത് ശക്തമായ സംഘടനാവാദിയായിരിക്കും. അതിന്റെ തെളിവ് ചോദിക്കാറ് പിരിവ് നടത്തിയതിന്റെ തെളിവ് പറയാൻ പറയും. കരീമോ, ഹലോ. ഹലോ. ആ കരീമ എവിടെ? തിരക്കഴിഞ്ഞാ? ഞാൻ വിളിക്കുന്നുണ്ട്. വിളിക്കാം. എന്ത് പ്രത്യേകിച്ച് എന്ത്? ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിട്ടായിരുന്നു. അർജന്റാ? തിരക്കില്ല? എന്നാ പറഞ്ഞോളേ. സാമ്പത്തികം കൈകാര്യം ചെയ്യുന്നതൊക്കെ അതാണ് ചോദിച്ചു. അതൊക്കെ അവിടെ നിന്നാണ്, ആ റൂട്ടാ. അതൊക്കെ അവരാണ്. അല്ല, സാമ്പത്തികമൊക്കെ പിരിവ് തന്നെയാണ്. ഒക്കെ ഈ ആൾക്കാരാണ്. അതാണ് പറഞ്ഞത്. അത്രയും ആൾക്കാർ ഇത്രയും സാമ്പത്തികമായിട്ട് ഇത്രയും പൈസ നല്ലൊരു എമൗണ്ട് ആവൂലേ? അതെ, ആ എമൗണ്ട് പറഞ്ഞാല് ഇവര് 100 ആൾക്കാരുണ്ടാവും. ഈ 100 ആൾക്കാര് പിന്നെ ഉണ്ടാക്കിയേ പറ്റൂ. അങ്ങനെ ഉണ്ടാക്കണം. എങ്ങനെയെങ്കിലും ഉണ്ടാക്കും ചെയ്യും. അവിടുത്തെ പ്രശ്നമുള്ള ആൾക്കാരൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടിട്ട് ഓനെ വല്ല ജഗബോ ആരെങ്കിലൊക്കെ കയറുന്നത്. ഓനെ ശ്രദ്ധിക്കാൻ ഇന്നും കൊണ്ട് ഇന്നെ കാണിച്ചു കൊടുക്കുന്നത്. ഇപ്പൊ വന്നിട്ട് ഇപ്പൊ നിരീക്ഷകനാവുമ്പോൾ ശ്രദ്ധിക്കണം, ഓൻ എസ്കന്താരനാണെന്ന കാരണം. ഒരു ശേഷം തരീക്കത്തും ഗുരു എന്ത് പറയണോ അത് ചെയ്യും, സ്വീകരിക്കുക. അപ്പൊ അതിന്റെ ഇടയിൽ കൂടിയാണ് ഇപ്പൊ ഈ നിങ്ങളെ നമ്മളെ ഭാഷ പറഞ്ഞ കുരുവട്ടൂരികളെ ശല്യങ്ങൾ ഉണ്ടാകുക. അപ്പൊ അതിന്റെ ഇടയിൽ അതും വേണ്ട നോക്കുക. അപ്പൊ ഇന്ന് അങ്ങനെ മറ്റോ റോങ്ങായി പറഞ്ഞപ്പോഴേക്ക് ഓനൊന്ന് കാണാൻ നല്ല പൂതിയുണ്ട്. ഇല്ല, ഇതിപ്പോ ഇന്ന് അല്ല, ഞാൻ പരിപാടി സ്ഥലം കാണാൻ വേണ്ടിട്ടേ. ശരി. നമ്മളാദ്യം കുറെ പോയതല്ലേ പേട്ടയിലൊക്കെ. എനിക്ക് ഓർമ്മയില്ലേ, പേട്ടയിലെ SSF മുടക്കിയെന്ന് പറഞ്ഞാണ്ട് SSF അടുത്ത് പോയി കച്ചറ ഉണ്ടാക്കിയ ആൾക്കാർ നമ്മൾ. പിന്നെ അതിന്റെ ശേഷം അവിടെ നടന്ന പരിപാടി അങ്ങനെ എത്ര സ്ഥലത്ത് പെരുമ്പലത്തെ പരിപാടിക്ക് അല്ല പുളിക്കല് ആ ഓഡിറ്റോറിയത്തെ പരിപാടിക്ക് കയറിയപ്പോഴാണ് SSF മെമ്പർഷിപ്പ് കട്ടാക്കുന്ന പറഞ്ഞാണ് പോയി കട്ടാക്കി കൂട്ടുന്നൊക്കെ പറഞ്ഞ് അത്രയും ആവേശത്തിൽ പോയതേ. പിന്നെ ഈ നൗഷാദിന്റെ ആ സംസാര ശൈലി മാറിയോട് കൂടിയിട്ട് പിന്നെ അത് ഇതായില്ലേ, ചടച്ചു പോയില്ലേ. എന്നായിക്കോട്ടെടാ, എന്നാ പിന്നെ വിളിക്കാം. ശരി.